നിങ്ങൾ വിനു മോഹൻ ഒന്ന് ഫോൺ ചെയ്ത് എന്നോട് പറയണ്ടേ ഇവരുടെ നിപ്പുണ്ടെന്ന്. ഞാൻ അന്നേരം ഇവിടെ വന്നേനെ. ആരാടാ ഞാൻ ഒളിച്ചിരുന്ന സമയത്ത് ഇവിടെ വന്നേ? ധൈര്യം ഉണ്ടെങ്കിൽ ഞാൻ ഇവിടെ ഇല്ലാത്ത സമയത്ത് ഒന്നുകൂടെ വാടാ. ആശുപത്രി കെട്ടിടം ഇടിഞ്ഞ് വീണിട്ട് ഇവിടെ അനങ്ങിയിട്ടില്ല, പിന്നാണ് കത്രിക കേട്ടോ. അതിലൊന്നും ഭയന്ന് ഓടുന്ന ആളല്ല. ഓട്ടക്കപ്പലിന്റെ അമരത്ത് തൂങ്ങിയാടുന്ന ഒരു ഓഞ്ഞ കപ്പിത്താൻ ഞങ്ങൾക്കുള്ള വിവരം നിങ്ങളങ്ങ് മറന്നുപോയോ? മാധ്യമങ്ങളെ എന്നെ പേടിപ്പിക്കാനൊന്നും നോക്കണ്ട കേട്ടാ. ഇവിടെ ഉണ്ട് ഞാൻ ഇവിടെ ഉണ്ടടാ, ഞാനിവിടെ ഉണ്ടായിരുന്നടാ. കട്ടിലിനടിയിലല്ലേ ഞാൻ ഉണ്ടായിരുന്നത്. ഇനി 2 മാസവും കട്ടിലിനടിയിൽ തന്നെ ഉണ്ടായിരിക്കും കേട്ടല്ലോ. കാണേണ്ടവര് മുൻകൂട്ടി പറയണം, അപ്പോഴേ എനിക്ക് ഒളിച്ചിരിക്കാൻ പറ്റുള്ളൂ. ഞാൻ ഇരവിപേര് പോവാണ്. അവിടെ YMA ലൈബ്രറിയുടെ പരിപാടിയാണ്. അതിനുശേഷം നല്ല ഒരു ശ്വാസം മുട്ടൽ അനുഭവപ്പെടുന്നുണ്ടല്ലോ മന്ത്രി. അറിഞ്ഞറിയാതെ ഒന്നും മെഡിക്കൽ കോളേജിലോട്ടൊന്നും ചെന്ന് കയറി കൊടുക്കരുതേ. പോകത്തില്ലെന്നറിയാം. നമ്മുടെ തമ്പുരാൻ പോകുന്ന കൂടെ സീറ്റ് ഒഴിവുണ്ടെങ്കിൽ അമേരിക്കയ്ക്ക് വെച്ച് പിടിക്കുന്നതാണ് നല്ലത്. ഇവരിവിടെ വന്നിട്ടുണ്ടെന്നൊന്ന് ഫോൺ ചെയ്ത് പറയണ്ടേ? ഞാൻ ഇനി വരത്തില്ലായിരുന്നോ? ഹലോ മൈക്കിൽ കിട്ടുന്നുണ്ടല്ലോ അല്ലേ? ക്യാമറയിലും കറക്റ്റായിട്ട് കിട്ടുന്നുണ്ടല്ലോ. ഇതാണ് ഞങ്ങളുടെ ഹീറോയിസം. പ്രധാനപ്പെട്ട ഒരു വകുപ്പ് കയ്യിലോട്ട് തരുമ്പോഴേ അതിനെ കൃത്യമായിട്ട് ഉത്തരവാദിത്വത്തോടെ ഏറ്റെടുത്ത് അതിലെ കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ നടക്കുന്നുണ്ടോ എന്നൊക്കെ നോക്കിക്കണ്ട് ജനങ്ങളുടെ ആരോഗ്യം, സംരക്ഷണം ഇതൊക്കെ ഉറപ്പാക്കുന്നതല്ല ഹീറോയിസം. ഇങ്ങനെ വീഴ്ചകൾ വന്നുകൊണ്ടേ ഇരിക്കും. 10, 45, 50 പ്രാവശ്യം നമ്മൾ റിപ്പോർട്ടുകൾ തേടിക്കൊണ്ടേ ഇരിക്കും, പരിശോധിച്ചുകൊണ്ടേ ഇരിക്കും. ഇനി രക്തം, കഫം, മലമൂത്രം തുടങ്ങിയ പരിശോധനകൾ ഡിപ്പാർട്ട്മെന്റിൽ വീണേച്ച് നടത്തുന്നുണ്ടോയെന്നറിയില്ല. അതും കൂടെ ഇനി പരിശോധിക്കാൻ ബാക്കിയുള്ളൂ. അപ്പൊ പറഞ്ഞു വന്നത് പരിശോധനാ വകുപ്പ് മന്ത്രിയുടെ ഹീറോയിസം ഇതാണ്. അവര് വന്നിട്ട് അവര് പോയി കഴിഞ്ഞ് ഞാൻ വന്നു എന്ന് പറഞ്ഞത് ശരിയാണോ? അതിന് ഫോൺ വിളിച്ചാൽ കിട്ടത്തില്ലായിരുന്നു, ഒളിച്ചിരിക്കുന്നിടത്ത് റേഞ്ച് ഇല്ലായിരുന്നെന്ന് തോന്നുന്നു. ആരൊക്കെ വിളിച്ചെന്നാ വീണേച്ചി പറയുന്നത്? നിങ്ങളോടല്ലേ അവര് പറഞ്ഞിട്ട് വരിക. അവര് ഫോൺ ചെയ്തിട്ടല്ലല്ലോ, എന്നെ ഫോൺ ചെയ്തിട്ടല്ലേ വരിക. നിങ്ങളെ വിളിച്ചിട്ടല്ലേ അവര് വരുന്നത്? അപ്പൊ നിങ്ങളും അവരും കൂടെ സംസാരിച്ചിട്ടല്ലേ കാര്യങ്ങളൊക്കെ തീരുമാനിക്കുന്നത്. എന്നിട്ടിപ്പോ എന്നോട് ഇങ്ങനെ പറഞ്ഞ ആ ഭാവവ്യത്യാസം കണ്ടോ? എന്തോ എവിടെയോ ഒരു തകരാറ് പോലെ. ഒരു പോലീസ് സന്നാഹം വേണ്ട, പാർട്ടി പ്രവർത്തകര് അവിടെ ഉണ്ടാകും, അത്രേ ഉള്ളു. പോലീസ് സന്നാഹം ഒന്നും വേണ്ട, പാർട്ടി പ്രവർത്തകർ അവിടെ കാണും. അതിനേക്കാൾ പോകുന്ന ഉണ്ടകൾ വേറെ എവിടെ ഇരിക്കുന്നു? അവര് ബാക്കി കൈകാര്യം ചെയ്തോളൂ. പക്ഷേങ്കിൽ വീണേച്ചിക്ക് ആരും പേടിയൊന്നുമില്ല. അതുകൊണ്ട് കമ്മികളെ എല്ലാവരും നിരത്തി അവിടെ പ്രതിരോധം സൃഷ്ടിച്ചിട്ടുണ്ടാവും. വിനു എങ്ങനെ വന്നു? ഈ അന്ത്യത്തിരി കത്തുന്ന സമയത്തുണ്ടല്ലോ, ഈ അവസാനിക്കാൻ പോകുന്ന സമയത്തുണ്ടല്ലോ, ആ ധാർഷ്ട്യം, മുഖ്യ ധാർഷ്ട്യം ഉണ്ടല്ലോ, അത് ചെറുകിട വകുപ്പുകളിലേക്ക് ഇങ്ങനെ പടരുന്നതും അത് ജനങ്ങൾക്ക് മുന്നിൽ നിങ്ങൾ ഇങ്ങനെ പ്രകടമാക്കുന്നതുമൊക്കെ നല്ലതാ, ഉതകും. കരുവാറ്റയിലുള്ള ഒരു സ്വകാര്യ ആശുപത്രിയിൽ ഇതേ ഒരു സംഭവം ഉണ്ടായപ്പോൾ നിങ്ങൾ റിപ്പോർട്ട് ചെയ്തോ? അപ്പൊ കത്രിക 5-6 പ്രാവശ്യം പെണ്ണുങ്ങളുടെ വയറ്റി കുടുങ്ങിയതും കാലും കൈയും ഒക്കെ മുറിച്ചു വിട്ടതും ആശുപത്രി കെട്ടിടം ഇടിഞ്ഞു വീണതൊന്നും അല്ല പ്രശ്നം. നിങ്ങൾ എന്തിനാണെന്നേ സർക്കാർ ആശുപത്രിയുടെ വീഴ്ച മാത്രം ഇങ്ങനെ റിപ്പോർട്ട് ചെയ്ത് ജനങ്ങളിലേക്ക് എത്തിക്കുന്നത്? സ്വകാര്യ ആശുപത്രികളിലും ഇങ്ങനെയൊക്കെ നടക്കുന്നുണ്ടല്ലോ, ഇതിന്റെ അപ്പുറമൊക്കെ വീഴ്ചകൾ നടക്കുന്നുണ്ടല്ലോ. അതും കൂടെ ഒക്കെ നിങ്ങൾ എന്താന്നേ റിപ്പോർട്ട് ചെയ്യാത്തത്? അടൂര് ഒരു കെട്ടിടങ്ങൾ, എത്ര പുതിയ കെട്ടിടങ്ങളുടെ കണക്ക് ഈ ഡിപ്പാർട്ട്മെന്റിലും തീരില്ല. ഊരാളുങ്കലുള്ളിടത്തോളം കാലം നമ്മൾ കെട്ടിപ്പൊക്കിക്കൊണ്ടേയിരിക്കും. ഒന്നാന്തരമായി 52 കോടി രൂപയുടെ പുതിയ കെട്ടിടങ്ങൾ. കെട്ടിടങ്ങളുടെയും കാത്തിലാവിന്റെ കാര്യം അല്ലാതെ വേറെ എന്തെങ്കിലും പറ വീണേച്ചി. കോഴഞ്ചേരിയിൽ 30 കോടി രൂപ കെട്ടിടം പൂർത്തിയായി. വേറെ ഒന്നും പ്രതീക്ഷിക്കേണ്ടെന്ന് തോന്നുന്നു. ആരോഗ്യ മേഖലയിൽ ഏത് പ്രശ്നത്തെ കുറിച്ചാണ് പറയുന്നത്? അപ്പൊ അങ്ങനായോ? പറഞ്ഞ പോലെ ആരോഗ്യ മേഖലയിൽ എന്ത് പ്രശ്നമാണ് ഉള്ളത്? അല്ല വീണേച്ചി, കത്രിക കുടുങ്ങിയത് കേരളത്തിലല്ലായിരുന്നോ? വിരൽ മുറിച്ച സംഭവം, ഒരു കൊച്ചിന്റെ കൈ മുറിച്ച സംഭവം, കെട്ടിടം തകർന്നു വീണ സംഭവം, പിന്നെ മെഡിക്കൽ കോളേജിലെ ശസ്ത്രക്രിയയ്ക്ക് ഉപകരണങ്ങളില്ലെന്ന് ഡോക്ടറായിട്ട് പറഞ്ഞ സംഭവം, പിന്നെ കുഞ്ഞ് ഈയിടെ സിസേറിയൻ ചെയ്ത് കുഞ്ഞ് മരിച്ച സംഭവം, ഡോക്ടർ കൈക്കൂലി ചോദിച്ച സംഭവം, അങ്ങനെ ഇനിയും ഉണ്ട്. അപ്പൊ ഇതൊന്നും കേരളത്തിലല്ലേ? ചേട്ടാ, ഇതിപ്പോ നമുക്ക് തെറ്റുപറ്റിയതാണോ? സർക്കാർ ആരോഗ്യ മേഖലയിൽ ആശ്രയിക്കുന്നത് സാധാരണക്കാരാണ്. നിസ്സഹായരായിട്ടുള്ള, ശബ്ദമില്ലാത്ത സാധാരണക്കാരായിട്ടുള്ള ആളുകളാണ് ആശ്രയിക്കുന്നത്. അയ്യോ, അത് ഞങ്ങൾക്ക് അറിയാം, പറയണ്ട. നിങ്ങളാരും സർക്കാർ ആശുപത്രികളെ ആശ്രയിക്കത്തില്ലെന്ന് ഞങ്ങൾക്ക് അറിയാമല്ലോ. അതുകൊണ്ടാണല്ലോ തുടർച്ചയായിട്ട് ഇങ്ങനെ വീഴ്ചകൾ ഉണ്ടാകുന്നതും അബദ്ധങ്ങൾ ഉണ്ടാകുന്നതും നിങ്ങളുടെ പരിശോധന ഇതുവരെ തീരാത്തതും. നിങ്ങളൊക്കെ രാജ്യം വിട്ടുപോയല്ലേ ചികിത്സിക്കുന്നത്? ചുമ്മാതല്ല. രായാവിനോട് പലപ്പോഴും ആളുകൾ ചോദിച്ചു, എന്തിനാ അങ്ങോട്ട് പോകുന്നത്? നമ്പർ 1 തന്നെ കിടന്നാൽ പോരെ, എന്തിനാ നമ്പർ 2-ലോട്ടും 3-ലോട്ടും ഒക്കെ വെച്ച് പിടിക്കുന്നത്? വെറുതെ കാശ് ചെലവാക്കിയെന്ന് ചോദിച്ചപ്പോൾ മറുപടി പറയാതിരുന്നു.
ഇപ്പോഴല്ലേ കാര്യം മനസ്സിലായത്. ഉയിരിപ്പേടിയുള്ള വല്ലവരും തല വെച്ച് കൊടുക്കുവോ? വീടിന്റെ ആധാരം പണയം വെച്ചാണെങ്കിലും വല്ല പ്രൈവറ്റ് ആശുപത്രിയിലും പോകുന്നത് തന്നെ നല്ലതെന്ന് ഞങ്ങൾക്ക് അറിയാം. പിന്നെ ഈ പറഞ്ഞതുപോലെ ശബ്ദമില്ലാത്തവർ, നിസ്സഹായർ, സർവ്വസാധാരണക്കാർ, ഇവർക്കൊക്കെ യാതൊരു ഗതിയില്ലാതെ വരുമ്പോഴേ രണ്ടറ്റം കൂട്ടിമുട്ടിക്കാൻ ബുദ്ധിമുട്ടുന്ന ഒരു വിഭാഗം ഇവിടെ ഉണ്ട്. കാര്യം നിങ്ങൾ പ്രൊമോഷനൊക്കെ അതിദരിദ്രരിൽ നിന്ന് ദരിദ്രരിലേക്ക് കൊടുത്തിട്ടുണ്ടെങ്കിലും ദാരിദ്ര്യം എന്ന് പറഞ്ഞാൽ വലിയ പാടാ വീണേച്ചി, അനുഭവിക്കാത്തതുകൊണ്ട് അത് അറിഞ്ഞുകൂടാ. അപ്പൊ ഇതൊന്നും പറഞ്ഞ് മനസ്സിലാക്കണ്ട. പാവപ്പെട്ടവരാ സർക്കാർ ആശുപത്രി പോകുന്നത്. ബാക്കി പറഞ്ഞോ? ഇങ്ങനെ ആശ്രയിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം പൂർണ്ണമായിട്ടും ഏറ്റവും മികച്ച ചികിത്സ ലഭ്യമാകണം എന്നുള്ളത് തന്നെയാണ്. ഈ ശബ്ദമില്ലാത്ത നിസ്സഹായരൊക്കെ മെഡിക്കൽ കോളേജിൽ ചെന്ന് നെഞ്ചുവേദനയായിട്ട് കയറി കൊടുക്കുമ്പോൾ അവിടെ കൃത്യമായിട്ടുള്ള ചികിത്സ കിട്ടിയതിൻ്റെ ആ മരണപ്പെട്ട രോഗി ആദ്യമേ റെക്കോർഡ് ചെയ്ത് വെച്ച ശബ്ദ സന്ദേശങ്ങളൊക്കെ ഇപ്പോഴും ലഭ്യമായിട്ടുള്ളത് കൊണ്ട് ഞങ്ങൾക്ക് അറിയാൻ വീണേച്ചി. നെഞ്ചുവേദനയായിട്ട് ചെന്ന ആളെ 7-8 ദിവസം കഴിഞ്ഞാണ് ഒരു ECG എടുക്കാൻ വേണ്ടി കയറ്റുന്നത്. അത്രയ്ക്ക് ജനങ്ങളുടെ ആരോഗ്യകാര്യത്തിൽ ഇവിടുത്തെ സിസ്റ്റത്തിന് ഭയങ്കര ശ്രദ്ധയാണ്. അവരുടെ അജണ്ടയാണ്. സ്വകാര്യ ആരോഗ്യ മേഖലയിലെ കുത്തകകൾ വന്ന് ഇവിടെ വിലക്ക് വാങ്ങിക്കഴിഞ്ഞു. അങ്ങനെ പ്രധാനപ്പെട്ട കാര്യങ്ങളിലേക്കുവാ, ഞങ്ങൾക്കറിയാത്ത കാര്യങ്ങളിലേക്കുവാ. അപ്പോൾ സ്വകാര്യ മേഖലയിലെ ഈ കുത്തകകളുടെ ആധിപത്യത്തിൻ്റെ പേരിലാണ് കത്രികകൾ നിരന്തരമായിട്ട് സ്ത്രീകളുടെ വയറ്റിൽ കുടുങ്ങുന്നത്. പെർഫോം ചെയ്യാത്ത ഒരു വകുപ്പാണെങ്കിൽ ഇത്ര സമരം ഉണ്ടാവുമോ? പെർഫോമൻസിൻ്റെ കാര്യത്തിൽ വീണേച്ചി ആരും മാറ്റി നിർത്തിയിട്ടില്ല. അങ്ങനെ വീണേച്ചി പറയരുത്. വീണേച്ചിയുടെ പെർഫോമൻസ് അല്ലേ പെർഫോമൻസ്. നിയമസഭയിലെയും മറ്റ് ആരോഗ്യരംഗത്തെ പല മേഖലകളിലെയും വീണേച്ചിയുടെ പെർഫോമൻസ് എന്ന് വെച്ചാൽ അത് പകരം വെക്കാനില്ലാത്തതാണ്. മനുഷ്യ സാധ്യമായിട്ടുള്ളതുപോലെയുള്ള പ്രവർത്തനങ്ങൾ ഇവിടെ ചെയ്യുന്നുണ്ട്. എന്തിനാണ് ഈ പ്രതിഷേധം? ഇനി വീണേച്ചി കരയും. എന്തിനാ മനുഷ്യരെ ഇത്രയും നല്ല രീതിയിൽ ആരോഗ്യ കേരളത്തെ എടുത്തുയർത്തി തലയെ വെച്ച് നടക്കുന്ന തള്ളിക്കുഴഞ്ഞ വീണേച്ചിയുടെ മുന്നിൽ എന്തിനീ പ്രതിഷേധം? വീണേച്ചി ഞങ്ങളുടെ നെയ്യാറ്റിക്കര ജനറൽ ആശുപത്രിയിലെ അവിടെ ഒരു ഗതിയില്ലാത്ത ആളുകളൊക്കെ അവിടെ ചെന്ന് കിടക്കുന്നത്, അഡ്മിറ്റ് ആകേണ്ടി വരുന്നത്. അവിടെ കിടക്കുന്നവർക്ക് മൂട്ടകടി സഹിക്കാൻ വയ്യെന്നാണ് പറയുന്നത്. അതും മറ്റേ കുത്തക മുതലാളിമാർ കൊണ്ട് കുടഞ്ഞിടുന്നതായിരിക്കും അല്ലേ? ഇതൊക്കെ ഇപ്പൊ പറഞ്ഞപ്പോഴല്ലേ ഞങ്ങൾക്ക് മനസ്സിലായത്. വീണേച്ചി ഒന്നുകൊണ്ട് വിഷമിക്കണ്ട, കട്ടിലിനടിയിൽ പോയി കിടക്കും. ആർദ്രം എന്ന് പറഞ്ഞാൽ ആർദ്രതയാണ് ശരീരത്തിന്റെ രോഗത്തിനും മനസ്സിനും. അതായത് ആർദ്രതയെക്കുറിച്ച് വീണേച്ചി സംസാരിച്ചു കഴിഞ്ഞ് നമ്മുടെ മുഖ്യ സഖാവിനും കൂടെ മൈക്കൊന്ന് കൈമാറണേ. ഡോക്ടേഴ്സും അങ്ങനെ അല്ല, ദയവായിട്ട് അത് അങ്ങനെ കാണരുത്. അതായത് ചില ഡോക്ടർമാര് ഒരാർദ്രതയില്ലാതെ പെരുമാറും, പക്ഷെ എല്ലാ ഡോക്ടർമാരും അങ്ങനല്ല. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ഒരു ഡോക്ടർ കുറച്ച് കൂടുതൽ ആർദ്രത കാണിച്ചതിന്റെ പേരിലാണ് ഇപ്പോൾ ഒറ്റപ്പെട്ട് നിൽക്കുന്നത്. മേഖലയിൽ 15-20 ലക്ഷം രൂപ ചെലവാണെങ്കിൽ സർക്കാർ മെഡിക്കൽ കോളേജ് സൗജന്യമായിട്ടോ APL വിഭാഗത്തിന് ഏറ്റവും മിതമായ രീതിയിൽ ലഭ്യമാണ്. അത് എടുത്തു പറയേണ്ട കാര്യം കേട്ടോ. സ്വകാര്യ ആശുപത്രികളിലൊക്കെ 10-20 ലക്ഷം രൂപ ചെലവാകുമ്പോൾ മെഡിക്കൽ കോളേജ് ആശുപത്രികളിൽ പ്രത്യേകിച്ച് APL വിഭാഗത്തിൽപ്പെട്ട ആളുകളൊക്കെ ആണെങ്കിൽ പറയുകയും വേണ്ട, ആനുകൂല്യങ്ങളുടെ പെരുമഴയാണ്. പിന്നെ അവിടെ 10-20 ലക്ഷം രൂപ കൊടുത്തിട്ട് നമ്മൾ ചുമ്മാതെ കൈയും കെട്ടി നോക്കി നിൽക്കേണ്ട ഒരവസ്ഥയാണ് സ്വകാര്യ ആശുപത്രികളിലൊക്കെ. ഇവിടെ പക്ഷേ നമുക്ക് നിൽക്കാൻ സമയം കാണത്തില്ല, നിന്ന് ബോറടിക്കുകയേ വേണ്ട. ഈ ആശുപത്രിയിൽ കൂട്ടിരിപ്പുകാരുടെ അവസ്ഥ ഞാൻ ഇതിനു മുമ്പും പറഞ്ഞിട്ടുണ്ടല്ലോ. കൂട്ട് നിൽക്കുന്ന ആളുടെ മുട്ടിൻ്റെ തേയ്മാനം, നട്ടെല്ലിൻ്റെ ഡിസ്ക് തേയൽ, പിന്നെ ഉപ്പൂറ്റി തേയൽ, ശരീരവേദന, പിന്നെ BP കൂടൽ തുടങ്ങി ഒരുവിധപ്പെട്ട ആരോഗ്യ പ്രശ്നങ്ങളെല്ലാം ഒരു പാക്കേജ് ആയിട്ട് തരാൻ ഉതകുന്ന തരത്തിലുള്ള സേവന വേഗതയാണ് മെഡിക്കൽ കോളേജുകളിലൊക്കെ സജ്ജീകരിച്ചിരിക്കുന്നത്. ഇനി ഇൻഷുറൻസോ എന്തെങ്കിലും പ്രത്യേക ആനുകൂല്യങ്ങളോ ഉള്ളവരുടെ കാര്യമാണെങ്കിൽ ഇതിനേക്കാൾ പെട്ടെന്ന് തീരുമാനമായി കിട്ടും. അതിനും നടക്കണം കെട്ടിടങ്ങൾ അന്വേഷിച്ച്. അപ്പോൾ വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് സിസ്റ്റം പ്രവർത്തിക്കുന്നത് കൊണ്ട് തന്നെയാണ് ഈ നമ്മുടെ സർക്കാർ ആരോഗ്യ മേഖലയിൽ ഇത്രയേറെ ഇടിവിപ്പ് രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. ചട്ടപ്രകാരം നമുക്ക് ചെയ്യാൻ കഴിയുന്ന എന്താണ്? സസ്പെൻഷനാണ് ആദ്യത്തേത് അല്ലേ? അത് ഞങ്ങൾക്കറിയാമല്ലോ. ഏത് മേഖലയിലാണെങ്കിലും ഇപ്പോൾ ഡോക്ടർമാരുടെ കാര്യം തന്നെയല്ല, പോലീസിലും ഒക്കെ ഇങ്ങനെ നിങ്ങൾ ചെയ്യുന്നുണ്ടല്ലോ. ആ ചട്ടപ്പടി നിങ്ങൾ ചെയ്യേണ്ടത് ചെയ്യും. ആദ്യം സസ്പെൻഡ് ചെയ്യുക, പിന്നെ പ്രൊമോഷനോടുകൂടി അവരെ ജോലിയിൽ എത്രയും പെട്ടെന്ന് പ്രവേശിപ്പിക്കുക. ഇതല്ലേ നിങ്ങളുടെ ചട്ടം? അത് പറഞ്ഞപ്പോഴാ നമ്മുടെ PP ദിവ്യയുടെ ചട്ടം നിങ്ങൾ എവിടൊക്കെയോ കൊണ്ട് എത്തിച്ചല്ലോ. സംരക്ഷണ കവചമൊക്കെ തീർത്ത് നടക്കട്ടെ. മോഡൽ ചട്ടങ്ങളെ ഇതുവരെ പോകുന്നു നോക്കട്ടെ. അപ്പം നാട്ടുകാരെ, നമുക്ക് ഈ ഒരു പ്രകടനത്തിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ആരോഗ്യ മേഖലയിൽ യാതൊരുവിധ പ്രശ്നങ്ങളുമില്ല എന്ന ഉറച്ച ധാരണയിലാണ് ആരോഗ്യവകുപ്പ് മന്ത്രിയുള്ളത്. അങ്ങനെ ഉറച്ച ധാരണയിൽ തുടരുന്ന ഒരു മന്ത്രിയുടെ ചെവിയിലോട്ട് ഒന്നും ഓതിയിട്ട് കാര്യമുണ്ടെന്ന് തോന്നുന്നില്ല. മാധ്യമങ്ങളോടുകൂടിയാണ് ഈ പറയുന്നത്. ഇപ്പോൾ സർക്കാർ ആശുപത്രികളിൽ നിലവിൽ സർവീസിൽ തുടരുന്ന ഡോക്ടർമാരുടെ ക്വാളിറ്റി സംബന്ധിച്ച എന്തെങ്കിലും പരിശോധനകൾ സർക്കാർ നടത്തുന്നുണ്ടോ? ഇടയ്ക്കിടെ അങ്ങനെ ഒരു പരിശോധന നടത്തുന്നുണ്ടോ?
അതോ ഒരു സർക്കാർ ജോലി കിട്ടിക്കഴിഞ്ഞാൽ മറ്റെല്ലാ മേഖലകളിലും എന്നതുപോലെ തന്നെ ആരോഗ്യ മേഖലയിലെ സർക്കാർ ജീവനക്കാരും ആ ഒരു ധാർഷ്ട്യവും അഹങ്കാരവും ഒക്കെ തലയ്ക്ക് പിടിച്ച് എങ്ങനെങ്കിലുമൊക്കെ ആളെ കൊന്നാണെങ്കിലും അബദ്ധങ്ങൾ ചെയ്താണെങ്കിലും സർവീസിൽ തുടരാൻ പറ്റും, ഞങ്ങളെ ഒന്നും സർവീസിൽ നിന്ന് പൂർണ്ണമായിട്ടും എന്നേക്കുമായിട്ടും പിരിച്ചു വിടില്ല എന്നൊരു ധാർഷ്ട്യത്തോടു കൂടിയാണോ തുടരുന്നത്? ഈ വക കാര്യങ്ങളിലൊന്നും ആരോഗ്യ വകുപ്പ് മന്ത്രിക്ക് വ്യക്തതയില്ല, വ്യക്തത തേടേണ്ട ആവശ്യമില്ല എന്നാണ് മന്ത്രിയുടെ വാക്കുകളിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്നത്. അപ്പൊ ജനങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്ന ഒരേ ഒരു പരിഹാരം നോക്കി കുത്തുക എന്നത് മാത്രമാണ്. അല്ല, ഇത് പോയിട്ട് ഇനി വരുന്നത് ഏറ്റവും മികച്ചതാണ് എന്ന് നമുക്കാർക്കും ഉറപ്പ് പറയാൻ പറ്റില്ലെങ്കിലും ഇത്രയും തോൽവി ആയിരിക്കില്ല എന്ന് നമുക്ക് ഉറപ്പിക്കാം.